ഇത് ചേരയെ തിന്നുന്ന നാടാ. ഞാൻ തീരുമാനിച്ചു, നടുക്കണ്ടം തിന്നിട്ടായാലും ഞാൻ ജീവിക്കും. ഗൗതം എന്താ ചെയ്യാൻ പോകുന്നത്? അതൊക്കെ ഞാൻ പോയിട്ട് വന്നിട്ട് പറഞ്ഞുതരാം. എന്റെ പ്ലാനിങ്ങിൽ ആ തലയ്ക്ക് അടി കിട്ടിയതെന്ന് പോലും മനസ്സിലാക്കാതെ ഈ പാവ സിംഹം ഇങ്ങനെ വിരളി പിടിച്ച് നടക്കുകയാണല്ലോ. എന്തായാലും പഴയ രാജ്ഞിക്ക് നന്നായൊന്ന് മുറിവേറ്റിട്ടുണ്ട്. ആ മുറിവിൽ കുറച്ച് മുളക് തേച്ചിട്ടൊന്ന് ആശ്വസിപ്പിച്ചാലോ. ആന്റിക്ക് നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം. ആന്റി, ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരാളെ സഹായിക്കാൻ പോയാലും ഒടുവിൽ നമുക്കത് ദ്രോഹമായിട്ടേ വരൂ. ഗൗതം എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള ഒറ്റ ചിന്ത ആന്റിക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണല്ലോ അത്രയും വലിയൊരു തുക കൊടുക്കാനും തീരുമാനിച്ചത്. എന്നിട്ട് ആന്റിക്ക് എന്താ കിട്ടിയേ? കൊല്ലുമെന്ന ഭീഷണി. തല്ലാൻ കൈയൊങ്ങ് വരെ ചെയ്തു. മകനെ പോലെ കരുതിയ ഒരാളിൽ നിന്നും ഇങ്ങനൊരു പെരുമാറ്റം ഉണ്ടായ അതാർക്ക് സഹിക്കാൻ പറ്റില്ല ആന്റി. ഗൗതമിനെ കുറിച്ച് ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞത് പോലും ആന്റിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ആന്റി അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് ഗൗതമിനെ. ഈ ഗൗതമിന് എന്താ പറ്റിയേ? അതാണ് എനിക്ക് മനസ്സിലാവാത്ത. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. കൂടെ നിൽക്കുന്നവൾ അത്തരക്കാരിയാണല്ലോ.